ഹായ് ഗൈസ്, നമ്മൾ നോക്കാൻ പോകുന്നത് 15,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള വാങ്ങിക്കാൻ പറ്റിയ 5 ഫോൺസ് ഏതൊക്കെയാണെന്നാണ്. ഈ 5 ഫോൺസിൻ്റെയും മെയിൻ ഫീച്ചേഴ്സ് മാത്രമാണ് ഞാൻ ഇതിൽ പറയുന്നത്. ഇതിൻ്റെ ഏതെങ്കിലും ഫോൺസിൻ്റെ ഡീറ്റെയിൽ റിവ്യൂ വേണമെങ്കിൽ താഴത്ത് കമൻറ്റ് ചെയ്യുക. നമുക്ക് കൂടുതൽ സമയിക്കാതെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ സാംസങ് ഫാൻസിന് വേണ്ടി സാംസങ്ങിൻ്റെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫോണായ സാംസങ്ങിൻ്റെ സാംസങ് F15 പറ്റി നോക്കാം. ഈ ഫോണിൽ ആഷ് ബ്ലാക്ക്, ജേസി ഗ്രീൻ, ഗ്രൂവി വയലറ്റ് എന്ന കളർ ഓപ്ഷൻസ് ആണ് വരുന്നത്. ഇതിൽ 90 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്ന 6.5 ഇഞ്ച് വരുന്ന സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. അത്യാവശ്യം നല്ല ഡിസ്പ്ലേ തന്നെ ഈ പ്രൈസ് റേഞ്ചിൽ സാംസങ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നോർമൽ യൂസ് ഫോണാണ്. അതിന് കാരണം ഇതിലിരിക്കുന്ന ചിപ്സെറ്റാണ്. MediaTek Dimensity 6100 പ്ലസ് പ്രൊസസ്സറാണ് വരുന്നത്. നോർമൽ യൂസിനൊക്കെ നല്ല പ്രൊസസ്സറാണ്. ഹെവി ഗെയിമിംഗ് ഒന്നും ഈ പ്രൊസസ്സറിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതല്ല. ഇതിൽ 6000 mAh ബാറ്ററിയോടൊപ്പം 25 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. സാംസങ്ങിൻ്റെ എല്ലാ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫോൺസും 25 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് തന്നെയാണ് വരാറുള്ളത്. ഇതിൽ 50 മെഗാപിക്സലിൻ്റെ മെയിൻ ക്യാമറയും 5 മെഗാപിക്സലിൻ്റെ അൾട്രാ വൈഡ് ക്യാമറയും 2 മെഗാപിക്സലിൻ്റെ മാക്രോ ക്യാമറയും ഇതിൽ വരുന്നുണ്ട്. ഇതിൽ 4 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും 5 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും സാംസങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ 12,499 രൂപയാണ്. ഈ പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പോൾ ഈ സാംസങ് F15 നല്ലൊരു ഫോൺ തന്നെയാണ്. നോർമൽ യൂസിന് സാധിക്കുന്ന നല്ലൊരു ഫോൺ. ഇനി നമ്മൾ അടുത്തായി നമ്മുടെ സ്വന്തം ഇന്ത്യൻ കമ്പനിയായ ലാവയുടെ ഒരു ഫോണിലേക്ക് പോകാം. ലാവ ബ്ലേസ് എക്സ്. ഈ ഫോണിൽ ടൈറ്റാനിയം ഗ്രേ, സ്റ്റാർലൈറ്റ് പർപ്പിൾ എന്ന കളർ ഓപ്ഷൻസ് ആണ് വരുന്നത്. ഇത് 6.67 ഇഞ്ച് വരുന്ന 100 Hz സപ്പോർട്ട് ചെയ്യുന്ന കർവ്ഡ് AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. അത്യാവശ്യം നല്ല കർവ്ഡ് ഡിസ്പ്ലേ ഈ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ കൊണ്ടുവരുന്നുണ്ട്. ഈ പ്രൈസ് റേഞ്ചിൽ ഇതുവരെ ഒരു ഫോൺസും കർവ്ഡ് ഡിസ്പ്ലേ കൊണ്ടുവന്നിട്ടില്ല. ഈ പ്രൈസ് റേഞ്ചിൽ MediaTek Dimensity 6300 പ്രൊസസ്സറാണ് വരുന്നത്. നോർമൽ യൂസിന് നല്ലൊരു പ്രൊസസ്സറാണ്. ഇതിലും ഹെവി ഗെയിമിംഗ് ഒന്നും നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതല്ല. ഇതിൽ 5000 mAh ബാറ്ററിയാണ് വരുന്നത്. 64 മെഗാപിക്സലിൻ്റെ സോണി സെൻസർ അടങ്ങുന്ന മെയിൻ ക്യാമറയും 2 മെഗാപിക്സലിൻ്റെ മാക്രോ ക്യാമറയും ഇതിൽ വരുന്നുണ്ട്. ഇതിൻ്റെ ഫ്രണ്ടിൽ 16 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. ഇതിൽ 2 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ 14,999 രൂപയാണ് ഇതിൻ്റെ പ്രൈസ്. ഇനി നമ്മൾ 15,000 രൂപ അടിയിൽ ഒരു നല്ല ബെസ്റ്റ് ഗെയിമിംഗ് ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ റിയൽമിയുടെ റിയൽമി നാർസോ 70 ടർബോ നല്ലൊരു ഗെയിമിംഗ് ഫോണാണ്. ഈ ഫോണിൽ ടർബോ യെല്ലോ, ടർബോ പർപ്പിൾ, ടർബോ ഗ്രീൻ എന്ന കളർ ഓപ്ഷൻസ് ആണ് വരുന്നത്. ഇതിൽ 6.67 ഇഞ്ച് വരുന്ന 120 Hz സപ്പോർട്ട് ചെയ്യുന്ന ഫുൾ HD പ്ലസ് OLED ഡിസ്പ്ലേ ആണ് വരുന്നത്. അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. ഗെയിമിങ്ങിനൊക്കെ സാധിക്കുന്ന നല്ലൊരു ഡിസ്പ്ലേ. MediaTek Dimensity 7300 എനർജി ചിപ്പാണ് വരുന്നത്. അതുകൊണ്ട് അത്യാവശ്യം നല്ല ഗെയിം പെർഫോമൻസ് നമുക്ക് കിട്ടുന്നതാണ്. ടോപ്പ് ലെവൽ ഗെയിം പെർഫോമൻസ് ആണ് ഈ പ്രൈസ് റേഞ്ചിൽ കിട്ടുന്നത്. ഇതിൽ റിയൽമിയുടെ AI എൻജിൻ ബൂസ്റ്റ് 2.0 വരുന്നുണ്ട്. അതുകൊണ്ട് നല്ല ഗെയിമിങ്ങിൽ സ്മൂത്ത്നെസ് ഒക്കെ നമുക്ക് ഈ ഫോണിൽ കിട്ടുന്നുണ്ട്. ഇതിൽ 650mm VC കൂളിംഗ് സിസ്റ്റം വരുന്നുണ്ട്. ഗെയിം കളിക്കുമ്പോൾ അത്ര പെട്ടെന്ന് ഈ ഫോൺ ചൂടാകുകയില്ല. അതിനാണ് ഈ VC കൂളിംഗ് സിസ്റ്റം ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ 5000 mAh ബാറ്ററിയാണ് വരുന്നത്. ഇതിൻ്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ 14,999 ഇതിൻ്റെ പ്രൈസ്. ഈ പ്രൈസ് റേഞ്ചിൽ നല്ലൊരു ഗെയിം ഫോൺ തന്നെയാണ് റിയൽമിയുടെ നാർസോ 70 ടർബോ. ഇനി നമ്മൾ 15,000 രൂപയുടെ അടിയിൽ ഒരു വെറൈറ്റി ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ നത്തിങ്ങിൻ്റെ സബ് ബ്രാൻഡായ CMFൻ്റെ CMF ഫോൺ 1 നല്ലൊരു വെറൈറ്റി ഫോണാണ്. ഈ ഫോണിൽ ബ്ലാക്ക്, ബ്ലൂ, ലൈറ്റ് ഗ്രീൻ, ഓറഞ്ച് എന്ന കളർ ഓപ്ഷൻസ് ആണ് വരുന്നത്. ബ്ലാക്കിലും ലൈറ്റ് ഗ്രീനിലും പ്ലാസ്റ്റിക്കിൻ്റെ ബാക്കാണ് വരുന്നത്. ബ്ലൂവിലും ഓറഞ്ചിലും ചെറിയ ലെതർ ടച്ച് വരുന്നുണ്ട്. ഈ CMF ഫോൺ 1ൻ്റെ ഡിസ്പ്ലേ നോക്കുകയാണെങ്കിൽ 6.67 ഇഞ്ച് വരുന്ന 120 Hz സപ്പോർട്ട് ചെയ്യുന്ന 2000 ബ്രൈറ്റ്നസ് വരുന്ന AMOLED LTPS ഡിസ്പ്ലേ ആണ്. അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ആണ് ഇത് വരുന്നത്. ഇതിൽ 5000 mAh ബാറ്ററിയോടൊപ്പം 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് വരുന്നുണ്ട്. 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ നമ്മൾ സെപ്പറേറ്റ് വാങ്ങിക്കേണ്ടതാണ്. അതും CMF അതിനകത്തും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി MediaTek Dimensity 7300 പ്രോസസ്സറാണ് ഇതിൽ വരുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഗെയിമിംഗ് ഒക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും. നോർമൽ യൂസിന് നല്ലൊരു പ്രോസസ്സറാണ് MediaTek Dimensity 7300.
ഇതിൽ 50 മെഗാ പിക്സലിൻ്റെ ഡുവൽ ക്യാമറയാണ് വരുന്നത്. 16 മെഗാ പിക്സലിൻ്റെ ഫ്രണ്ട് ക്യാമറയും ഇതിൽ വരുന്നുണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബാക്ക് പാനൽ ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ഓരോ ബാക്ക് പാനലിനുമായി 1500 രൂപ വീതമാണ്. ബാക്ക് പാനൽ നമുക്ക് ഇഷ്ടമുള്ള കളറുകളിൽ ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ഫങ്ഷണൽ ആക്സസറീസും ഇതിൽ വരുന്നുണ്ട്. ഇതിൽ നത്തിങ്ങിൻ്റെ ക്ലീൻ OS ആണ് വരുന്നത്, നത്തിങ് OS. ഇതിൽ Android 14 വരുന്നുണ്ട്. ഇതിൻ്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ 14,999 രൂപയാണ് ഇതിൻ്റെ പ്രൈസ്. ഇനി നമ്മുടെ ഇന്നത്തെ വീഡിയോയിലത്തെ ലാസ്റ്റ് ഫോണായ പോക്കോ M6 പ്ലസിനെ പറ്റി നോക്കാം. ഈ ഫോണിൽ ഗ്രാഫൈറ്റ് ബ്ലാക്ക്, ഐസ് സിൽവർ, മിസ്റ്റി ലാവൻഡർ എന്ന കളർ ഓപ്ഷൻസ് ആണ് വരുന്നത്. ഇതിൽ 6.79 ഇഞ്ച് വരുന്ന ഒരു വലിയ 120 Hz സപ്പോർട്ട് ചെയ്യുന്ന ഡിസ്പ്ലേ ആണ് വരുന്നത്. ഫുൾ HD+ ഡിസ്പ്ലേ ആണ്. ഞാൻ ഇതുവരെ പറഞ്ഞ എല്ലാ ഫോൺസിലും MediaTekൻ്റെ പ്രൊസസ്സറായിരുന്നു. ഈ ഫോണിൽ സ്നാപ്ഡ്രാഗൻ്റെ പ്രൊസസ്സറാണ് വരുന്നത്. സ്നാപ്ഡ്രാഗൺ 4 Gen 2 എന്ന് പറയുന്ന പ്രൊസസ്സർ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഗെയിമിങ്ങും നോർമൽ യൂസൊക്കെ ചെയ്യാൻ സാധിക്കുന്ന പ്രൊസസ്സറാണ്. ഇതിൽ 5030 mAh ബാറ്ററിയോടൊപ്പം 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് വരുന്നുണ്ട്. ഇതിൽ 108 മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറയും 2 മെഗാ പിക്സലിൻ്റെ സെക്കൻഡറി സെൻസറും ഇതിൽ വരുന്നുണ്ട്. ഇതിൻ്റെ ഫ്രണ്ടിൽ 13 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. ഇത് ഷവോമി ഹൈപ്പർ OS ആണ് വരുന്നത്. ഇതിൻ്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ 11,499 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഇത്രയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. ഇനിയും ഇങ്ങനെയുള്ള വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ആൻഡ് ഫോളോ.